കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. തിരുഹൃദയ സംസ്കാരവും കൗൺസിലിങ്ങുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. തിരുഹൃദയ സംസ്കാരവും കൗൺസിലിങ്ങും ഞാൻ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്ന് ആരംഭിച്ചു മഹത്താം പ്രപഞ്ചത്തിൻ ഭാസുര സങ്കല്പങ്ങൾ. എന്നിലുണ്ട് ഇതേവരെ ജീവിച്ച സംസ്കാരങ്ങൾ, എന്നിലുണ്ട് ഇനീയത്തെ വിടരും സംസ്കാരങ്ങൾ. ഈ പ്രപഞ്ചത്തെ കയ്യിൽ അമ്മാനമാടിക്കൊണ്ടൊരത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ? അതാണ് ഞാൻ, അജയ്യനായ മനുഷ്യൻ എന്ന് ധൈര്യത്തോടെ പറയും. കാരണം എന്തെന്നോ, ഞാൻ മനഃശാസ്ത്രം പഠിച്ചപ്പോഴാണ്, കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചപ്പോഴാണ് എൻ്റെ ഈശോയെ ഞാൻ ഇത്രമാത്രം അറിഞ്ഞത്, ഇത്ര സ്നേഹിച്ചത്. കാരണം ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ എത്ര മഹത്വത്തോടെ ജീവിക്കാൻ പറ്റുമെന്നും മനുഷ്യൻ്റെ സിദ്ധികൾക്ക് എത്ര ആഴമുണ്ടെന്നും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാൽ എത്ര മനോഹരമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാമെന്നും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈശോ കാണിച്ചു തന്നു. മനുഷ്യൻ്റെ വില, മനുഷ്യൻ്റെ മഹത്വം, മനുഷ്യൻ്റെ അമൂല്യത, മനുഷ്യൻ്റെ തനതാത്മകത, യുണീക്ക്നെസ്, മനുഷ്യൻ്റെ സിദ്ധി, ഇതൊക്കെ പഠിച്ചെത്തുമ്പോൾ കൗൺസിലിങ്ങിലും ബൈബിളിലും ഏതാണ്ട് ഒരുപോലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ബൈബിളിൽ അതിനെക്കുറിച്ച് കൂടുതലായി ആഴത്തിൽ സംസാരിക്കുന്നു. ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു ബൈബിൾ വചനങ്ങളിലൂടെ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുമ്പോൾ ബൈബിൾ ജീവിക്കാൻ ഒരുപാട് നല്ല പാഠങ്ങൾ പ്രായോഗികമായി കിട്ടുന്നു എന്ന്. കൗൺസിലിങ്ങിനെ വളരെ ലളിതമായി ഒന്ന് വിശദീകരിക്കാം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിത യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ ആ വ്യക്തിയെ ശക്തിപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ്. കൗൺസിലിംഗ് ഈസ് ആൻ എംപവർമെൻറ്റ് ഓഫ് എ പേഴ്സൺ ടു ഫേസ് ഹിസ് ഓർ ഹെർ റിയാലിറ്റി. അത് ജീവിത യാഥാർത്ഥ്യം എന്തായാലും അതിനെ അഭിമുഖീകരിക്കാൻ ആ വ്യക്തിയെ ശക്തിപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ്. അവിടെ ഉത്തരം പറഞ്ഞു കൊടുക്കലില്ല, ഉപദേശം കൊടുക്കലില്ല. വ്യക്തിയുടെ ഉള്ളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന അനന്തമായ അപാരമായ സാധ്യതകളെ ഉണർത്തി ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ആ ഉത്തരം കണ്ടെടുക്കാൻ ആ വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയ, അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കലാണ്. ഈ കൗൺസിലിംഗ് ഏത് തരത്തിലാണ് നമുക്ക് സഹായകമാകുന്നത് എന്ന് വളരെ ലളിതമായൊരു രീതിയിൽ ഇവിടെ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ഗ്ലാസ്സിനകത്ത് ചെളിവെള്ളമുണ്ട്. ഈ ചെളി ഞാൻ വീണ്ടും വീണ്ടും കുത്തിക്കലക്കുക. നമ്മുടെ മനസ്സും കുത്തിക്കലക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വ്യക്തികളാകാം, സംഭവങ്ങളാകാം, നമുക്കിഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളാൽ തന്നെ കുടുങ്ങുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കോംപ്ലക്സുകളും വ്യത്യസ്തമായ സാഹചര്യങ്ങളുമാകാം. ഇതിലേക്ക് ഞാൻ ചോക്കിടുക.
ഈ ചോക്ക് കഷ്ണം ഇതിൽ വീഴുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഒന്നും കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്ലാസും വെള്ളവും എടുത്ത് കലക്കി നോക്കിയാൽ നമ്മളിട്ട വളരെ വെളുത്ത സംശുദ്ധമായ ഈ ചോക്ക് കഷ്ണം പോലും ഇതിനകത്ത് ചെളിയായിട്ട് കിടക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിങ്ങനെ കലങ്ങിക്കിടക്കുമ്പോൾ പാലമൃത് ഇതിനകത്തോട്ട് ഒഴിച്ചാലും ഫലമുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പല സ്കൂളിലും പല നല്ല അധ്യാപകരും വളരെ കഠിനാധ്വാനം ചെയ്ത് ആത്മാർത്ഥതയോടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, ഉൾക്കൊള്ളാനാകുന്നില്ല. അവരെ വളർത്തിയെടുക്കാനായിട്ട് അവർ വളരെയേറെ പാടുപെടുമ്പോഴും കുട്ടികൾക്ക് അതിനോട് സഹകരിക്കാൻ പറ്റുന്നില്ല. കാരണം പല വഴികളിലൂടെ പല രീതിയിലൂടെ അവരുടെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ അവരിലേക്ക് കൊടുക്കുന്ന വാത്സല്യമോ അവരിലേക്ക് കൊടുക്കുന്ന നല്ല വാക്കുകളോ അവരിലേക്ക് കൊടുക്കുന്ന കരുതലോ ഒരുപക്ഷെ അവരിലേക്ക് കൊടുക്കുന്ന അറിവ് പോലുമോ അവർക്ക് സഹായകമാകാത്ത രീതിയിൽ ആയിത്തീരുന്നു. പക്ഷേ ഞാൻ ഈ തെളിഞ്ഞ വെള്ളത്തിലേക്ക് ചോക്കിടുക. ആ ചെളി വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ തന്നെ ഞാൻ ഇവിടേക്കും ചോക്കിടുന്നു. ഗ്ലാസ്സിനകത്ത് ചോക്കിട്ടു. ഇപ്പോഴും അതിനകത്ത് കുമിളയായിട്ട് വായു പുറത്തേക്ക് വരുന്നുണ്ട്. കൃത്യമായും വ്യക്തമായിട്ടും കാണാം ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ കൗൺസിലിംഗ് ഇത്ര വളരെ ലളിതമാണ്. കാരണം അതുപോലെ കലങ്ങിയ മനസ്സിനെ ഇതുപോലെ തെളിച്ചെടുക്കുക, അതിനെ തെളിച്ചെടുക്കുവാനായിട്ട് സഹായിച്ചു കൊടുക്കുക. തെളിച്ചെടുക്കാൻ പോലും കൗൺസിലർക്കാവില്ല. അതിനുവേണ്ടി വ്യക്തി തന്നെ പരിശ്രമിക്കണം. അങ്ങനെ മനസ്സാകുമ്പോൾ മാത്രമേ കൗൺസിലിങ്ങിൽ വിജയമുണ്ടാകത്തുള്ളൂ. ഇങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോഴേ ആ വ്യക്തിക്ക് റാഷണലായിട്ട് തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിത വിജയത്തിനു വേണ്ടി ഒരു നല്ല ലക്ഷ്യം സംസ്ഥാപിക്കുവാനും അതിനനുസരിച്ച് കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാനും സാധിക്കത്തുള്ളൂ. അതിന് സഹായകമായ സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് ഈ കൗൺസിലിംഗ്. കൗൺസിലിംഗ് ഒരു എംപവർമെൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു. കൗൺസിലിംഗ് ഒരു ശാക്തീകരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഈ എംപവർമെൻ്റ്? എന്താണ് ഈ ശാക്തീകരണം? The energized feelings of being understood. മനസ്സിലാക്കപ്പെട്ടതിൻ്റെ ഒരു എനർജി വൈബ്രേഷൻ. ഇതൊരു ഉദാഹരണത്തിലൂടെ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെ പറഞ്ഞാൽ കൂടുതൽ വിശദമാകും. രണ്ടുപേരും ജോലിക്കാരായ ഒരു കുടുംബത്തെ നമുക്ക് ഭാവന കാണാം. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ആ വീട്ടമ്മ പല വീടുകളിലും രാവിലെ 4 മണിക്കും 3 മണിക്കുമൊക്കെ വളരെ പ്രത്യേകിച്ച് ട്രെയിൻ കയറി ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട വീട്ടമ്മമാർ വളരെ പുലർച്ചയ്ക്ക് തന്നെ ഉണർന്ന് അടുക്കളയിൽ ചുറ്റിക്കറങ്ങേണ്ടി വരും. അതുപോലുള്ളൊരു വീട്ടമ്മ രാവിലെ 4 മണിക്ക് അടുക്കളയിൽ ചാടി ചക്രം തിരിയുന്ന പോലെ തിരിയുക. അങ്ങനെ തിരിയുന്നതിനിടയിൽ അവൾ ഒരൊച്ച കേട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന സ്റ്റൗ, അതിലേക്ക് പാലിങ്ങനെ കോരിച്ചൊരിയുന്നത്. ഓടിച്ചെന്നത് വാങ്ങുന്നതിനിടയിൽ വരാന്തയിൽ അലസനായി പത്രം വായിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് വാതിൽപ്പടിയിലേക്ക്, അടുക്കളയുടെ വാതിൽപ്പടിയിലേക്ക് കടന്നു വരുക. അയാൾക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. എന്തൊരശ്രദ്ധയാ! കയ്യിലിരുന്ന പത്രം വാതിൽപ്പടിയിൽ അടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഛോ, എല്ലാം മുടിച്ച് തേച്ച് കഴുകും. ഇത് കേൾക്കുന്ന ആ ഭാര്യയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാം. ഒരു പക്ഷേ ആ പാലും കലത്തോടെ, നമ്മുടെ നാട്ടിലൊന്നും ആരും അങ്ങനത്തെ ചെയ്യില്ല, എന്നാലും പാലും കലത്തോടെ എടുത്ത തലയിലേക്ക് ഒഴിക്കാൻ മാത്രം ചിലപ്പോൾ മനസ്സിൽ കലി കയറാം. കാരണം അത്രയേറെ തകർന്നു നിൽക്കുന്ന നിമിഷത്തിൽ ആ കുറ്റപ്പെടുത്തൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതേ സംഭവത്തെ നമുക്ക് വേറൊരു രീതിയിൽ കാണാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുക്കളയിൽ ചക്രം തിരിയുന്ന പോലെ തിരിഞ്ഞുകൊണ്ട് ഓടി നടക്കുക. കാരണം നേരം വെളുക്കുമ്പോഴേക്കും ഭർത്താവിന് വേണ്ടതെല്ലാം ഒരുക്കി വെക്കണം. കുട്ടികളെ 2-3 എണ്ണത്തിനെ ഭാണ്ഡക്കെട്ടൊക്കെ കെട്ടി വഴിയാധാരമാക്കുന്ന പോലെ കൊണ്ടുപോയി വെക്കണം. എല്ലാം വീട്ടിലൊരുക്കി സ്വന്തം ഒരുങ്ങി ഇറങ്ങണം. അതിൻ്റെ എല്ലാ വെപ്രാളത്തോടും കൂടി ഇവളിങ്ങനെ ഓടുമ്പോൾ നൊച്ച കേൾക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുന്നു, പാല് കോരിച്ചൊരിയുക.
അവൾ ഓടിച്ചെന്ന് അതിങ്ങനെ വാങ്ങുന്നതിനിടയിൽ ഭർത്താവ് വാതിൽപ്പടിയിലേക്ക് വന്നു. അയാളത് കണ്ടു. സാവകാശം ഈ വാതിൽപ്പടിയിൽ നിന്ന് അയാൾ താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു. ഇവളിത് കാണുന്നുണ്ട്. ഇത് വാങ്ങി വെക്കുമ്പോൾ പൊള്ളിയ കൈയെടുത്ത് ഇവൾ വായിൽ വെച്ച് നിൽക്കുമ്പോൾ ഇവക്ക് കാണാം ഈ ഹസ്ബൻഡ് അടുത്ത് വരുന്നേ. അയാൾ വന്ന് ആ പൊള്ളിയ കൈയൊന്നെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട്, രാവിലെ തല പൊളിക്കുന്ന ബിസിനസ്സല്ലേ എന്ന് പറഞ്ഞ് ആ തലയിലൊന്ന് തട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. പക്ഷേ അവളുടെ മനസ്സ് ത്രസിക്കും. അവിടെ പിന്നെ ഓടി നടക്കാൻ അവൾക്ക് തോന്നും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തോന്നും. എല്ലാ ക്ലേശങ്ങളും അവൾ മറക്കും. ഈ അവസ്ഥയ്ക്കാണ് എംപവർമെൻ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിച്ചേ? അവളുടെ ക്ലേശം, അവളുടെ വിഷമം, അവളുടെ സങ്കടം തൻ്റെ ഭർത്താവ് കണ്ടു, അംഗീകരിച്ചു, കൂടെയുണ്ടെന്നുള്ള ബോധ്യം വന്നു. ഇതാണ് കൗൺസിലിങ്ങിൽ സംഭവിക്കുന്ന എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു കൗൺസിലറുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആ വികാരങ്ങളെ, ആ സങ്കടങ്ങളായാലും വിഷമങ്ങളായാലും അരിശമായാലും പൊട്ടിത്തെറിക്കലായാലും അതിനെ അതുപോലെ ഉൾക്കൊള്ളുന്ന ഒരു കൗൺസിലറുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഇറക്കി വെക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു മനസ്സിൻ്റെ ഉണർവുണ്ട്, ഒരു ശാക്തീകരണമുണ്ട്. അതാണ് കൗൺസിലിംഗ് നടക്കുന്നത്. നമ്മൾ കൗൺസിലിങ്ങിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ കൗൺസിലിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, സൈക്കോതെറപ്പി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പലരുടെയും സംശയ വിഷയമാണ്. ഒരു സംഭവത്തിലൂടെ, അനുവാദം ചോദിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സംഭവത്തിലൂടെ നമുക്കിത് വിശദീകരിക്കാം. ഒരു ദിവസം ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ മുന്നിൽ ഒരു ജീപ്പ് വന്നു നിന്നു. ആ ജീപ്പിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ അടിമുടി സാരി കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും 2 ആണുങ്ങൾ അവളെ പിടിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിലിരുന്ന് അവൾ കുതറുന്നുണ്ട്. തലമുടിയൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട്. കണ്ണുകളിൽ ഇങ്ങനെ ചുമന്നിട്ട് തീപ്പന്തം കത്തുന്ന പോലെ. അവളൊരു മാനസിക രോഗിയാണെന്ന് വളരെ കൃത്യമായിട്ടും തിരിച്ചറിയുമ്പോഴും അല്ലെങ്കിൽ തോന്നുമ്പോഴും ഞാൻ അടുത്തു ചെന്നു അവളുടെ തോളിലൊന്ന് കൈവച്ചു. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വളരെ റാഷണലായ റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ട് കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ സൈക്കോതെറപ്പിയിലൂടെ അവളെ സഹായിക്കാം എന്നൊരു സിഗ്നൽ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടിപ്പുറേ ഇരുന്ന ഹസ്ബൻഡിനെ മാറ്റിയിട്ട് ആ ജീപ്പിലേക്ക് ഞാനും കയറിയിരുന്നു. അവളെ എന്നിലേക്ക് ചേർത്തു. അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് ഞാനും അവളും മുഴുവൻ നനയുന്നതുപോലെ കരഞ്ഞു. ഒത്തിരി കണ്ണുനീര്. ഇതിനാണ് കൗൺസിലിങ്ങിൽ നമ്മൾ കഥാസിസ് എന്ന് പറയുന്നത്, വെന്റിലേഷൻ. അവളുടെ മനസ്സിൻ്റെ ആ ഭാരം ഇങ്ങനെ കരഞ്ഞു തീർന്നപ്പോൾ തന്നെ പിന്നെ അവളെ സഹായിക്കാൻ നമുക്ക് എളുപ്പമായി. അവളുടെ സാരി അല്ലെങ്കിൽ ആ കെട്ടുകൾ, അവളെ വരിഞ്ഞ് ചുറ്റിക്കെട്ടിയിരുന്ന ആ സാരി എല്ലാം അഴിച്ചു മാറ്റാനായിട്ട് ആവശ്യപ്പെട്ട് അവളെ നമ്മൾ സെൻറ്ററിലേക്ക് മാറ്റി. അവിടെ വെച്ച് നമ്മൾ സൈക്കോതെറപ്പി ചെയ്യുന്നതിന് മുമ്പ് അവളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക. ഒരു കാര്യം വ്യക്തമായി, ഈ സംഭവം നടക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ്. വിവാഹം കഴിഞ്ഞിട്ട് വെറും 7 ദിവസമേ ആയിട്ടുള്ളൂ. 7-ാം ദിവസം ഇവർ 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞ് മധുവിധു ആഘോഷിച്ച് അവർ വീട്ടിലേക്ക് എത്തുന്നത് രാത്രി 2 മണിക്ക്. ഒരമ്മയുടെ ഏക മകനാ. അമ്മയ്ക്ക് ഒരാഗ്രഹം മാത്രമേ മകനോട് എപ്പോഴും പറയാറുള്ളൂ, രാത്രിയിൽ എന്നെ തനിച്ചാക്കരുത്. അതുകൊണ്ട് തന്നെ അവൻ ആ നാട്ടിലുള്ളപ്പോഴെല്ലാം അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 8 മണിയോടെ അവൻ വീട്ടിൽ വരും. പക്ഷെ അന്ന് അവനെല്ലാം മറന്നുപോയി. ഒന്ന് ഫോൺ വിളിച്ച് പറയാൻ പോലും അവൻ ഓർത്തില്ല. രാത്രി 2 മണിക്ക് എത്തുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന അമ്മ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാ അലറി വിളികൾക്കും പിന്നിൽ ഒന്നെങ്കിൽ വേദന അല്ലെങ്കിൽ ഭയം, ഉറപ്പ്. അമ്മ പൊട്ടിത്തെറിച്ചു. എന്തൊക്കെയോ അമ്മ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. കാരണം അവനറിയാം അവൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഭാര്യ, നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഈ സ്ത്രീ കത്തി നിൽക്കുമായിരുന്നു. എന്തേ ഇവനൊരു മറുപടി പറയാത്തേ? അതാ അവളുടെ ചിന്ത. പറഞ്ഞു കൊടുക്കണ്ടേ? അമ്മയോട് 2 വാക്കെങ്കിലും പറയണ്ടേ? അവൾ കത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മകനോട് ഇതെല്ലാം പറഞ്ഞിട്ട് അമ്മ ഇങ്ങ് തിരിഞ്ഞ് അവളോട് ഒരൊറ്റ വാക്ക് മാത്രം, അതേ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ?
അവളങ്ങ് പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്ത് നിന്ന് TV പെട്ടിക്കിട്ട് ഒരൊറ്റ തൊഴി കൊടുത്തു. TV-യുടെ മുകളിലിരുന്ന പഴയ പെട്ടി, പണ്ടത്തെ TV പെട്ടി, അത് മനസ്സിൽ കണ്ടാലേ നമുക്ക് മനസ്സിലാവൂ. ആ പെട്ടിയുടെ മുകളിലിരുന്ന TV പെട്ടിയും ആ പെട്ടിയും അടക്കം നിലം പതിച്ചു. വലിയ ശബ്ദം. ഇത് കണ്ട ഹസ്ബൻഡിന് അടങ്ങി നിൽക്കാനായില്ല. അവൻ വന്ന് കരണക്കുറ്റിക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തു. അവളിലേക്ക് അഡ്രിനാലിൻ കൊരിച്ചൊരിഞ്ഞിട്ടുണ്ടാവണം. കാരണം അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ തൊട്ടടുത്ത് കണ്ട ലാൻഡ് ഫോൺ വലിച്ചൂരിയിട്ട് ഒരൊറ്റയേറ് കൊടുത്തു. അതോടെ അവൾക്ക് അന്തം വിടുവാണ്. ഇവളെ വരിഞ്ഞ് മുറുക്കി കെട്ടി നാട്ടുകാർ ഓടിയെത്തി. അമ്മയെല്ലാവരും കൂടെ കരഞ്ഞു. അങ്ങനെ അവൾ ഭ്രാന്തിയായിട്ട് മാറുക. ഇവൾക്കറിയാം ഇവളെ ഇപ്പം കൊണ്ടുപോകുന്നു. സർവ്വ കൺട്രോളും വിട്ടുപോയിട്ട് ഇവൾ എല്ലാ തരത്തിലും വയലൻ്റായി. പക്ഷേ അവളെല്ലാവരും കൂടെ കൂടി സാരി ചുറ്റി വരിഞ്ഞു കെട്ടി പാകപ്പെടുത്തി ജീപ്പിലാക്കി. ശരിക്കും അവൾ ഭ്രാന്തിയായി. അങ്ങനെ സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് ഹൃദയാറാമിലേക്ക് അവരെ ഒന്ന് കയറ്റുന്നത്. ഇനി നമ്മൾ അവളുടെ ജീവിത സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അവിടെ അവളെ വളർത്തിയത് അവളുടെ രണ്ടാനമ്മയാണ്. ഒരുപാട് മുറിവുകൾ മനസ്സിലുണ്ട് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ വേറൊരമ്മ ഇതുപോലെ പ്രതികരിച്ചപ്പോൾ 10% അല്ലെ 5% പ്രതികരിക്കേണ്ട സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ 90% പ്രതികരിച്ചു. കാരണം എന്തേ? കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജി അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞ് മനോഹരമായിട്ട് ഇത് വിശദീകരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിടക്കുന്ന മുറിവുകൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിടക്കുന്ന കോംപ്ലക്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഭയം, വേദന എന്തുമാകട്ടെ, അതിനോട് സമാനമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളാരും മനസ്സിലാകാത്ത വിധത്തിൽ സ്ട്രിങ് കണക്ഷൻ പോലെ, കറണ്ട് കണക്ഷൻ പോലെ പെട്ടെന്ന് ഈ പഴയ സംഭവത്തിലെ നെഗറ്റീവ് എനർജിയും ഈ പുതിയ സംഭവത്തിലെ നെഗറ്റീവ് എനർജിയും കൂടെ ഒന്നിച്ചു ചേർന്നിട്ടൊരൊറ്റ പ്രതികരണമാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. രണ്ടാനമ്മയിൽ നിന്ന് അനുഭവിച്ച വേദനയുടെയും വിഷമത്തിൻ്റെയും വിങ്ങലിൻ്റെയും തകരലിൻ്റെയും ഭീകരത ഒറ്റ നിമിഷം കൊണ്ട് ഇവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇവൾ അറിയുന്നില്ല. ഇവൾ പൊട്ടിത്തെറിച്ചു, ചൂടായി. സത്യം പറഞ്ഞാൽ ഇവൾ തൊഴിച്ചത് TV പെട്ടിക്കിട്ട എന്ന് നമുക്കൊക്കെ തോന്നി. പക്ഷേ അവളുടെ മനസ്സ് തൊഴിച്ചത് രണ്ടാനമ്മയ്ക്കിട്ട. തൊഴി ഇവിടെ കൊണ്ടത് TV പെട്ടിയാ. പക്ഷേ അനുഭവിച്ചതെല്ലാം ചുറ്റും നിന്നവരാ. അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. എന്തിന് ഒരു ചെറിയ പ്രതികരണം കൊടുക്കേണ്ട ഈ കാര്യത്തിന്? എന്നാ ഒരു അമ്മയാണോ എന്ന് ചോദിച്ചോ, ഒന്ന് കാല് നിരക്കിയോ, ഒന്ന് വാതിലടച്ചോ ഒക്കെ അവൾ കടന്നുപോയിരുന്നെങ്കിൽ ധിക്കാരമാണെന്ന് പറയുമായിരിക്കും. എന്നാലും അവളെ ഭ്രാന്തിയാക്കുമായിരുന്നില്ല. ആരാണ് അവളെ ഭ്രാന്തിയാക്കിയേ? അവളുടെ ഉള്ളിൽ കിടന്ന ഈ മുറിവുകൾ, വേദനകൾ, വിഷമങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൈക്കോതെറപ്പിയിലേക്ക്, കൗൺസിലിങ്ങിൽ നിന്ന് വഴുതി മാറുന്നത് ഈ മുറിവുകളെയും വേദനകളെയും ഹീൽ ചെയ്യാൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ കുറേ തത്വങ്ങളുണ്ട്, കുറേ സ്കില്ലുകളുണ്ട്, കുറേ ടെക്നിക്കുകളുണ്ട്. അത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ച്, അത്തരം സ്കില്ലുകൾ ഉപയോഗിച്ച് ഈ മുറിവുകളെ ഹീൽ ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് സൈക്കോതെറപ്പി. എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോതെറപ്പി ഒരു കണ്ടിന്യൂവാണ്. അതെവിടെ വെച്ചിട്ട് സൈക്കോതെറപ്പിയിലേക്ക് മാറുന്നു എന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. മനസ്സിൻ്റെ ആഴങ്ങളിൽ, അബോധതലങ്ങളിൽ കിടക്കുന്ന വേദനകളെ, വിങ്ങലുകളെ നമ്മൾ കൈകാര്യം ചെയ്ത് ഹീൽ ചെയ്തെടുക്കേണ്ട സമയം വരുമ്പോഴേക്കും നമ്മൾ സൈക്കോതെറപ്പിയിലേക്ക് നീങ്ങിയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പം വീണ്ടും നമ്മൾ കൗൺസിലിംഗ് മേഖലയിലേക്ക് തന്നെ ആ വ്യക്തിയെ തന്നെ നയിച്ചെന്ന് വരാം. ഏതായാലും മനസ്സിൻ്റെ ബോധതലത്തിലോ അബോധതലത്തിലോ ഏറ്റ മുറിവുകളെ, വേദനകളെ, വിഷമങ്ങളെ, ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, ഭയങ്ങളെ നീക്കിക്കളയുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ് സൈക്കോതെറപ്പി. ഇത്തരം സാഹചര്യത്തിൽ അവൾക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്താൽ പോരാ, സൈക്കോതെറപ്പി കൊടുത്താൽ പോരാ. ദമ്പതി കൗൺസിലിംഗ് അവിടെ ആവശ്യമാണ്. ഒപ്പം ഫാമിലി കൗൺസിലിങ്ങും. ഇത് രണ്ടും നിർവഹിച്ചതോടുകൂടി ആ കുടുംബം ശാന്തമായി, സ്വച്ഛമായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് സന്തോഷത്തോടെ ഓർക്കുക, നന്ദിയോടെ ഓർക്കുക.
ഇങ്ങനെ കൗൺസിലിംഗ് സൈക്കോളജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഈ കരിസ്മാറ്റിക് കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. കരിസ്മാറ്റിക് കൗൺസിലിങ്ങിൽ അല്ലെ ഫെയ്ത്ത് കൗൺസിലിങ്ങിൽ ദൈവം ചിലർക്ക് പ്രത്യേകമായ വിധത്തിൽ കൃപ നൽകി, കൃപാവരം നൽകി, മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ, അറിയാൻ, അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പ്രത്യേക കൃപ നൽകിയിട്ട് ആ കൃപാവരം ഉപയോഗിച്ച് സഹായിക്കുന്ന പ്രക്രിയയാണ്. ഞാനും അതിന് അനുഭവസ്ഥയാണ്. അത്തരം കൗൺസിലിങ്ങിന് വിധേയമായിട്ട് ആ കൃപാവരം എത്ര മഹനീയമാണെന്ന് എൻ്റെ ജീവിതത്തിലും തിരിച്ചറിഞ്ഞ ഒരാളാണ്. പക്ഷേ കൗൺസിലിംഗ് സൈക്കോളജിയിലാകട്ടെ കൗൺസിലിംഗ് തത്വങ്ങൾ ഉപയോഗിച്ച്, സൈക്കോളജിക്കൽ തത്വങ്ങൾ ഉപയോഗിച്ച്, ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ എംപവർ ചെയ്യുന്ന പ്രക്രിയയാണ്. സൈക്യാട്രിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ മാനസിക രോഗമായി കണക്കാക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത് മാനസിക രോഗമാണ്. അത് രോഗം തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന രോഗത്തിന് മരുന്ന് വേണ്ടതുപോലെ തന്നെ ഈ സൈക്കാട്രിക് രോഗത്തിനും മരുന്ന് വേണം. ഇങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ട് മാനസിക രോഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനാണ് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് പഠിച്ച ഒരാൾക്ക്, കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ച ഒരാൾക്ക്, തെറപ്പി പഠിച്ച ഒരാൾക്ക് മരുന്ന് കൊടുക്കാൻ യാതൊരു കാരണവശാലും അവകാശമില്ല, അനുവാദമില്ല. മരുന്ന് നൽകിക്കൊണ്ട് മാനസിക രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടറിനെയാണ് നമ്മൾ സൈക്കാട്രിക് ഡോക്ടർ എന്ന് പറയുക. അവർ തന്നെ വേണം അതിന് മരുന്ന് കൊടുക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയുടെ നിയമങ്ങളെല്ലാം തിരുഹൃദയ സംസ്കാരത്തിൽ എത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് കൗൺസിലിംഗ് മേഖലയിൽ ഇത്രയേറെ ആവേശത്തോടെ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളുണ്ട്. ഒന്ന്, കൗൺസിലിങ്ങിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതും കൂട്ടുനിന്ന് പലപ്പോഴും ചില കാഴ്ചപ്പാടുകൾ നൽകി, അല്ല ഇൻസൈറ്റുകൾ നൽകി, ആ കടന്നു വരുന്ന വ്യക്തിക്ക് എന്താണ് വേണ്ടത് എന്ന് ഉള്ളിൽ ഉൾപ്രകാശം നൽകി, അവിടെ പഠിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും, ഒരുപക്ഷെ പഠിച്ചതിനേക്കാൾ ഉപരിയായി പലതും അവിടെ ആ വ്യക്തിക്ക് വേണ്ടി സംഭവിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ പലവട്ടം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് തന്നെയല്ല, കമ്മ്യൂണിറ്റി കോളേജിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഈ കൗൺസിലിംഗ് പഠിക്കുന്നവരും ഇത് തന്നെ പറയുന്നു, സിസ്റ്ററെ കൗൺസിലിംഗ് ഒരു ഡിവൈൻ പ്രൊഫഷനാണല്ലോ എന്ന്. കാരണം വേദനിച്ചെത്തുന്നവരുടെ വേദന ഒപ്പിയെടുക്കാനുള്ള ശ്രമത്തിൽ ഏതോ ഒരു ശക്തിയുടെ സഹായം ലഭിക്കുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അനുഭവപ്പെടുന്നു. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. കമ്മ്യൂണിറ്റി കോളേജിൽ ഗ്രൂപ്പ് തെറപ്പി നടക്കാറുണ്ട്. പ്രൊഫഷണൽസായ ആൾക്കാർ 10-35 പേര് നോക്കി നിൽക്കുമ്പോൾ, പഠിക്കാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ, മറ്റ് സ്റ്റാഫും നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് അവരിൽ ഓരോരുത്തരെ കൗൺസിലിംഗ് നടത്തി തെറപ്പി നടത്തി കൊടുക്കുന്നത് അവിടുത്തെ ഒരു നടപടിക്രമമാണ്. ഒരു ദിവസം ഇങ്ങനെ തെറപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വളരെ ഭീകരമായൊരു സംഭവം കണ്ടു. ഒരു ടീച്ചർ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ചമ്രം പടിഞ്ഞിരുന്ന സമയത്ത് തെറപ്പിയുടെ നല്ല നിമിഷങ്ങളിൽ ഫാൻ തിരിയുന്നത് പോലെ വട്ടം കറങ്ങുക. എന്തോ പൈശാചിക ശക്തി ബാധിച്ചതുപോലെ. അല്ലാതൊരു വ്യക്തിക്ക് അങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങാനാകുന്നില്ല. മുടിയൊക്കെ ഇങ്ങനെ കറങ്ങുന്നു. എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക്. ഞാൻ ഒറ്റ മുഖത്തേക്ക് നോക്കിയുള്ളൂ. കാരണം ഞാൻ ഭയപ്പെട്ടു പോയി എന്നത് തന്നെയാണ് സത്യം. എൻ്റെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോയെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് അറിയാതെ എൻ്റെ ഈ മെഡലെടുത്ത് ഇങ്ങനെ മുത്തുകയും അവിടെ നിന്നവരെല്ലാം കണ്ടു. മറ്റുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കുക പോലുമില്ല. ഞാൻ ഈ മെഡലെടുത്ത് ഇങ്ങനെ മുത്തുന്ന അതേ സെക്കൻഡിൽ ഫാനിൻ്റെ സ്വിച്ച് ഓഫാക്കിയതുപോലെ ആ സ്ത്രീ ഇങ്ങനെ സാവകാശം നിന്നു. ഹിന്ദുക്കളായ ആൾക്കാർ, മുസ്ലിംസായ ആൾക്കാർ ഒക്കെ എന്നോട് വന്ന് ചോദിക്കുക, സിസ്റ്റർ ഈ മെഡലെ ഞാനൊന്ന് മുത്തിക്കോട്ടെ. ഇത്രയും വലിയ ഇടപെടലുകളല്ലെങ്കിൽ തന്നെയും ഒരുപാട് സാഹചര്യങ്ങളിൽ ഈശോ
ഇടപെടുന്നത് കൃത്യമായി കാണാം. കാരണം എനിക്കറിയാം, ഈശോ ലോകത്തിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ വേദനിക്കുന്നവർക്ക്, വിഷമിക്കുന്നവർക്ക്, സങ്കടപ്പെടുന്നവർക്ക്, രോഗികൾക്ക് എല്ലാം സംലഭ്യനാവുകയും ഏതൊക്കെ തരത്തിൽ അവരെ സഹായിക്കാമോ, അവരുടെ കണ്ണുനീരൊപ്പാമോ, അവർക്ക് സൗഖ്യം നൽകാമോ ചുറ്റി നടന്ന് നന്മ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ഈശോ ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് മനുഷ്യർ വേദനിക്കുമ്പോൾ ആ വേദനിക്കുന്നവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു, അതിന് കൗൺസിലിംഗ് നടത്തുന്നവരെ ഉപകരണമാക്കുന്നു എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാൻ, പ്രഘോഷിക്കാൻ, ഏറ്റുപറയാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ കൗൺസിലിങ്ങിനെക്കുറിച്ചും തിരുഹൃദയ സംസ്കാരത്തെക്കുറിച്ചും ഒന്നിച്ച് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിൽ ഊറിക്കൂടുന്നത് എന്തെന്നോ, ഈ മണ്ണിൽ ഈ കിണറ്റിൽ ഈ ഉറവായുണ്ട്, കോരിയെടുക്കും വിദ്യ നാം മറന്നുപോയോ, മറന്നുപോയോ. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, ശക്തിയുണ്ട്, സിദ്ധിയുണ്ട്. കാൾ റോജേഴ്സും പറയുന്നു, കൗൺസിലിങ്ങിൻ്റെ ഉപജ്ഞാതാവായ കാൾ റോജേഴ്സും പറയുന്നു, ട്രമൻഡസ് പൊട്ടൻഷ്യാലിറ്റി, അപാരമായ സിദ്ധികൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഉള്ളിലെ അപാര സിദ്ധിക്ക് ഉറവിടമായിട്ട് നിൽക്കുന്നത് നമ്മളിലെ ദൈവീകതയാണ്. ഈ മണ്ണിൽ ഈ കിണറ്റിൽ ഈ ഉറവായുണ്ട്, കോരിയെടുക്കും വിദ്യ നാം മറന്നുപോയോ, മറന്നുപോയോ. ആ വിദ്യയിലേക്ക് തിരിച്ചു വരാൻ ഈശോയുടെ തിരുഹൃദയം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.